ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജപമാല മാസത്തിലെ 16-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. വിശുദ്ധർക്ക് ഇപ്രകാരമുള്ള ദർശനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ വലതുവശത്ത് ഒരു മാലാഖയും ഒരു പിശാചും മുട്ടുകുത്തുന്നുവെന്ന്. നമ്മൾ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന വിശ്വാസത്തോടെ സ്നേഹപൂർവ്വം ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ വലതുവശത്തുള്ള മാലാഖ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ഓരോ പ്രാർത്ഥനയും മനോഹരമായ ഓരോ റോസാപ്പൂക്കളായി പരിശുദ്ധ അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നുവെന്നാണ്. അതേസമയം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പല വിചാരത്തോടെ വിശുദ്ധിയില്ലാതെ വിശ്വാസമില്ലാതെ ഭക്തിയില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഓരോ റോസാപ്പൂക്കളും പിശാച് അത് ഞെരിച്ച് കളയുന്നുവെന്നാണ് വിശുദ്ധർക്ക് ലഭിച്ചിട്ടുള്ള ദർശനം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജപമാല പ്രാർത്ഥനയെ നമുക്കൊന്ന് വിലയിരുത്താം. നാളിതുവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രമാത്രം റോസാപ്പൂക്കൾ ഇപ്രകാരം നമ്മൾ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് ആത്മപരിശോധന ചെയ്യാം. സ്നേഹമുള്ളവരെ, നാം ജപമാല പ്രാർത്ഥന സ്നേഹപൂർവ്വം വിശ്വാസപൂർവ്വം വിശുദ്ധിയോടെ ഭക്തിപൂർവ്വം അർപ്പിക്കുമ്പോൾ അതെല്ലാം പരിശുദ്ധ അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്ന റോസാ പുഷ്പങ്ങളായി മാറുന്നു. ഈ റോസാ പുഷ്പങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവ ഒരിക്കലും വാടിപ്പോവുകയോ നിറം മങ്ങുകയോ സൗന്ദര്യം നഷ്ടപ്പെടുകയോ ചെയ്യില്ല. കാരണം അവ ആത്മീയമായ പുഷ്പങ്ങളാണ്. സ്നേഹമുള്ളവരെ, ഒരിക്കലും വാടിപ്പോകാത്ത, നിറം മങ്ങാത്ത, സൗന്ദര്യം നഷ്ടപ്പെടാത്ത ഈ റോസാ പുഷ്പങ്ങൾ നമുക്ക് പരിശുദ്ധ അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിക്കാം. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.